കൂടെയിരിക്കുന്ന കൃപ. 2 തിമോഥെയോസ് 4:22 കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സഭയുടെ ബന്ധവും കൃപയുടെ സമാപനവുമെല്ലാം അടങ്ങിയിരിക്കുന്നു. നിരവധി വ്യക്തികളുടെ പേര് പറഞ്ഞ് അവരെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷ ഒറ്റയാൾ ശുശ്രൂഷ ആയിരുന്നില്ല, അത് ബന്ധങ്ങളുടെ ശുശ്രൂഷയായിരുന്നു. തന്നോടൊപ്പം നിന്ന വിശ്വസ്തരെ താൻ മറന്നുപോയില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് കൈത്താങ്ങൽ നൽകുന്നവരെ കർത്താവ് മറക്കുന്നില്ല. ഉപദേശത്തിൻ്റെ അവസാനം കൃപ കൂടെയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര വലിയ കഷ്ടതകളുടെ മധ്യത്തിൽ തന്നോട് കൂടെയിരുന്ന ദൈവത്തിൻ്റെ കൃപ നിന്നോടും കൂടെയിരിക്കട്ടെ എന്ന് തിമോഥെയോസിനോട് പറയുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭവും നടപ്പും അവസാനവും കൃപയാണ്. ഇതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിത വിജയം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ കൂടെയുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ജയത്തോടെ നിൽപ്പാൻ കഴിയും.